നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 17 വെള്ളിയാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കാം. ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കുന്നതിന്റെ പാത നിർണ്ണയിക്കാൻ നിക്ഷേപകർ ഏറ്റവും പുതിയ കോർപ്പറേറ്റ് വരുമാനത്തിനായി കാത്തിരിക്കുന്നതിനാൽ ഇന്നലെ US മാർക്കറ്റുകൾ ഇടിയുകയുണ്ടായി. വ്യാഴാഴ്ച യുഎസിൽ ഉണ്ടായ റാലിയിൽ വലിയ പങ്ക് വഹിച്ചത് ബാങ്കുകളായിരുന്നു. എന്നാൽ ഇന്നലെ ഫോർത്ത് ക്വാർട്ടർ ഏർണിംഗ്സിന് ശേഷം സ്റ്റോക്കുകളിൽ മോർഗൻ സ്റ്റാൻലി 4% ഉയർന്നു. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് 0.16% ഇടിഞ്ഞു. S&P 500 0.21% ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് ആണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്, 0.89%. നാസ്ഡാക്ക് ഇടിയാനുള്ള പ്രധാനപ്പെട്ട കാരണമായത് ആപ്പിളിന്റെ ഇടിവ് തന്നെയായിരുന്നു. 4% ഇന്നലെ ആപ്പിൾ ഇടിഞ്ഞത്. ഇന്നലത്തെ മറ്റൊരു ഹൈലൈറ്റ് ആയിരുന്നു ഫെഡറൽ ഗവർണർ ക്രിസ്റ്റഫർ വാളറിന്റെ അഭിപ്രായം നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുണ്ടായി. പണപ്പെരുപ്പം കുറയാൻ സാധ്യതയുള്ളതിനാൽ സെൻട്രൽ ബാങ്കിന് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ പ്രസ്താവന US മാർക്കറ്റുകളിൽ നല്ല പ്രതീക്ഷയാണ് നൽകിയത്. പക്ഷേ ഇതിന്റെ ഒരു റിയാക്ഷൻ ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായില്ല. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. റിസൾട്ടുകൾക്ക് ശേഷം ഇൻഫോസിസ് ഏകദേശം 6% ഇടിയുകയുണ്ടായി. വിപ്രോ 4% ഇടിഞ്ഞു. പിന്നീട് വലിയ നഷ്ടമുണ്ടാക്കിയത് ഡോക്ടർ റെഡ്ഡി ആയിരുന്നു. ഏകദേശം 3% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ICICI 0.42% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.88% ഇടിഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് നേട്ടത്തിൽ ക്ലോസ് ചെയ്ത് റിസൾട്ടുകൾക്ക് ശേഷം 1.8% ഉയർന്നു. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ഇന്നലെ ബിറ്റ് കോയിൻ വീണ്ടും $1,00,000 തന്നെ നിൽക്കുന്നുണ്ട്. ഗോൾഡ് പ്രൈസുകളിൽ സ്പോട്ട് ഗോൾഡ് 0.8% ഉയർന്നതോടെ ഇന്നലെ കേരളത്തിലെ സ്വർണ്ണവില 59,120 എന്ന ഉയർന്ന നിലയിൽ എത്തിയിരിക്കുന്നു. കൂടാതെ അസറ്റ് ക്ലാസുകളിൽ ഓയിൽ പ്രൈസുകൾ ഇന്നലെ 1% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി റിസൾട്ടുകൾ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റുകളെ പ്രധാനമായിട്ടും മുന്നോട്ട് നയിക്കുക. ഇന്ന് വിപ്രോ ഉൾപ്പെടെയുള്ള ധാരാളം കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരു ദിവസം കൂടിയാണ്. ഒത്തിരിയേറെ വാർത്തകളുള്ള ഒരു പ്രഭാതം തന്നെയാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മളെ എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം BPCL SBIയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ബാങ്കുകളുമായി 31,802 കോടി രൂപയുടെ പ്രധാനപ്പെട്ട ഒരു വായ്പാ കരാറിൽ ഒപ്പുവെച്ചതായി കമ്പനി അറിയിച്ചു. അടുത്തത് ഹാവൽസ് എന്ന കമ്പനിയുടെ റിസൾട്ടിലേക്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 3% ഒരു ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 278 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 4,889 കോടി രൂപയാണ്. അതായത് 10.8% ഒരു വർധനവാണ് റവന്യൂവിൽ വന്നിരിക്കുന്നത്. അടുത്തത് ആസ്ട്രാസെനിക്ക എന്ന കമ്പനിയാണ്. സോളാരിസ് എന്ന പേരിൽ വിപണനം ചെയ്യുന്ന എക്യുലിസുമബ് കോൺസെൻട്രേറ്റിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനിൽ നിന്ന് കമ്പനിക്ക് ഒരു അനുമതി ലഭിച്ചിരിക്കുന്നു. അടുത്തത് ഹഡ്സൺ അഗ്രോ എന്ന കമ്പനിയാണ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 28.6% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 41 കോടി രൂപയിലാണ് മൂന്നാമത്തെ ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 6.5% വർധനവ് രേഖപ്പെടുത്തി 2009.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 0.8% വർധനവാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് HFCL എന്ന കമ്പനിയാണ്. 2,501.30 കോടി രൂപയുടെ അഡ്വാൻസ് വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് മൊബിക്വിക്ക് എന്ന കമ്പനി. ഉപഭോക്താക്കൾക്ക് വ്യക്തിഗത വായ്പ നൽകുന്നതിന് പിരാമൽ ക്യാപിറ്റൽ ആൻഡ് ഹൗസിംഗ് ഫിനാൻസുമായി കമ്പനി ഒരു പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു. അടുത്തത് TVS മോട്ടോഴ്സ് ആണ്. വിതരണ പങ്കാളിയായ ഹിന്ദി മോട്ടോഴ്സുമായി സഹകരിച്ച് മൊറോക്കോയിലേക്കുള്ള പ്രവേശനം കമ്പനി പ്രഖ്യാപിച്ചു. ഇന്നലെ മാർക്കറ്റ് അവറിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട 1-2 റിസൾട്ടുകൾ പുറത്തു വന്നത് റിലയൻസിന്റേതും ഇൻഫോസിസിന്റേതുമായിരുന്നു. ആദ്യം നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റിസൾട്ടുകളിലേക്ക് വരാം. ആദ്യം ലാഭ വളർച്ചയെക്കുറിച്ചാണ്. ഏകീകൃത അറ്റാദായം 7.4% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 18,540 കോടി രൂപയായി. റവന്യൂവിലും ഒരു വർധനമുണ്ടായിരിക്കുന്നു. മൊത്ത വരുമാനം പ്രതിവർഷം 7% ഉയർന്ന് 2.43 ലക്ഷം കോടി രൂപയായി. എബിറ്റ ഇയർ ഓൺ ഇയറിൽ 7.7% വർദ്ധിച്ച് 43,789 കോടി രൂപയിലാണ് ഉള്ളത്. ഇനി കഴിഞ്ഞ ക്വാർട്ടറിലെ ശക്തമായ പ്രകടനത്തിനുള്ള കാരണം കൂടി നോക്കിയാൽ റീറ്റെയിലിലും ടെലികോമിലും ശക്തമായ പ്രകടനമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്.
ഓയിൽ ടു കെമിക്കൽസ് വിഭാഗത്തിലെ വീണ്ടെടുക്കലും ഈ ഫലങ്ങൾ നല്ലതാക്കാൻ സഹായിച്ചു. മൂലധന ചെലവിലേക്ക് വന്നാൽ വർഷം തോറും 30,102 കോടി രൂപയിൽ നിന്ന് 32,250 കോടി രൂപയായി മാറി. ആവറേജ് റിട്ടേൺ പെർ യൂസർ 203 രൂപയായതോടെ ജിയോയുടെ ലാഭം 4.9% ഉയർന്നു. റീറ്റെയിൽ സെഗ്മെന്റിന്റെ ലാഭവും 10% വർദ്ധിച്ചു. ഇന്നലെ യുഎസിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ റിലയൻസ് GDR ഏകദേശം 1.8% ഉയർന്നിരുന്നു. അടുത്തതായി ഏറ്റവും വലിയ രണ്ടാമത്തെ IT കമ്പനിയായ ഇൻഫോസിസിന്റെ റിസൾട്ടിലേക്കാണ്. ആദ്യം തന്നെ ഫിനാൻഷ്യൽ ഇയർ 2025 കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസിലേക്ക് വരാം. 3.75 മുതൽ 4.5% നിന്ന് 4.5 മുതൽ 5% വർദ്ധിപ്പിച്ചു. തുടർച്ചയായ 7ാമത്തെ ക്വാർട്ടറിലും അവർക്ക് ഗൈഡൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് പോസിറ്റീവായി തന്നെ കാണാം. സാമ്പത്തിക സേവനങ്ങൾ, റീറ്റെയിൽ, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവയിലുടനീളം ശക്തമായ ഡിമാൻഡാണ് കാണുന്നത്. US, യൂറോപ്യൻ വിപണികളിൽ മെച്ചപ്പെട്ട ഡിമാൻഡുമുണ്ട്. അറ്റാദായം 4.6% വർദ്ധിച്ച് 6,806 കോടി രൂപയായി ഉയർന്നു. എബിറ്റ മാർജിൻ 23.9% നിന്ന് 24.2% മെച്ചപ്പെട്ടു. 2025 സാമ്പത്തിക വർഷത്തിൽ പ്രവർത്തന മാർജിൻ മാർഗനിർദ്ദേശം 20 മുതൽ 22% നിലനിർത്തി. നല്ല റിസൾട്ട് ആയിരുന്നിട്ട് കൂടി റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്നലെ ADRൽ ഏകദേശം 6% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്നും പ്രധാനപ്പെട്ട ധാരാളം കമ്പനികളുടെ റിസൾട്ട് വരാനിരിക്കുന്ന ഒരു ദിവസമാണ്. വിപ്രോ, ടെക് മഹീന്ദ്ര, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ICICI ലംബോർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, ഇന്ത്യൻ ഹോട്ടൽസ്, ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, 5 പൈസ ക്യാപിറ്റൽ, ഏത്തർ ഇൻഡസ്ട്രീസ്, കോൺകോർഡ് എൻവിറോ സിസ്റ്റംസ്, മമത മെഷീനറി, MRO ടെക് റിയാലിറ്റി, പൊന്നി ഷുഗർ ഈറോഡ്, റാലീസ് ഇന്ത്യ, രാമകൃഷ്ണ ഫോർജിങ്സ്, സനന്ദൻ ടെക്സ്റ്റൈൽസ്, ശേഷേ പേപ്പർ ആൻഡ് ബോർഡ്സ്, സുപ്രീം പെട്രോ കെമിക്കൽസ്, സ്റ്റീൽ സ്ട്രൈപ്സ്, സ്റ്റെർലൈറ്റ് ടെക്നോളജീസ്, സ്വരാജ് എഞ്ചിൻസ് എന്നിവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആർത്തി ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ഏഞ്ചൽ വൺ, ബന്ധൻ ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, കല്യാൺ ജ്വല്ലേഴ്സ്, L&T ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇന്ന് HCL ടെക്നോളജീസിന്റെയും ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCSന്റെയും എക്സ് ഡിവിഡന്റ് പ്രഖ്യാപിക്കുന്ന ഡേറ്റ് ആണ്. കിറ്റക്സ് ഗാർമെന്റ്സിന്റെ എക്സ് ബോണസ് ഡേറ്റ് ഇന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാറുള്ളത്, ഓപ്ഷൻസിൽ വെറുതെ പണം കളയുന്ന ധാരാളം ആളുകളുണ്ട്. കൃത്യമായിട്ട് ഓപ്ഷൻസിൽ എന്താണ് ചെയ്യേണ്ടത്, ഏത് സ്ട്രൈക്കാണ് എടുക്കേണ്ടത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത ധാരാളം പേരുണ്ടാവും. അവർക്കായിട്ട് വെറും 4 ദിവസം കൊണ്ട് ബേസിക്സിനെ കുറിച്ച് നല്ല ഒരു ഐഡിയ ഉണ്ടാക്കാനുള്ള ഒരു സുവർണ അവസരം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഓപ്ഷൻസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ എന്തൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ടതായി അറിയേണ്ടത്, എന്താണ് ഓപ്ഷൻ ചെയിൻ എങ്ങനെ അനലൈസ് ചെയ്യണം, ഏത് സ്ട്രൈക്കാണ് എടുക്കേണ്ടത്, എങ്ങനെ ബൈ ചെയ്യണം, എങ്ങനെ സെൽ ചെയ്യണം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് ധാരാളം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു നല്ല ഐഡിയ ഉണ്ടാക്കുന്ന ഒരു ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാക്കാൻ സാധിക്കും. വെറും 25 സീറ്റുകൾ മാത്രമാണ് ആദ്യ ബാച്ചിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ പരമാവധി പെട്ടെന്ന് തന്നെ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി FIA ആക്ടിവിറ്റിയിലേക്കാണ്. തുടർച്ചയായ 4ാമത്തെ ദിവസവും FIA സെല്ലിങ്ങിൽ തന്നെയാണ്. 4,341 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 2,929 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നലത്തെ US മാർക്കറ്റിന്റെ ഇടിവിന് ശേഷം ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.07% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.26% ഇടിവിലും. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 0.30% ഇടിവിലുമാണ്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 60 മുതൽ 70 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. റഷ്യയെ ലക്ഷ്യമിട്ടുള്ള US പ്രസിഡന്റ് ജോ ബൈഡന്റെ ഏറ്റവും പുതിയ ഉപരോധവും US ക്രൂഡ് സ്റ്റോക്ക് പൈലിൽ പ്രവചനാതീതമായി വന്ന ഇടിവും ഇത് രണ്ടും മൂലം ഓയിൽ പ്രൈസുകൾ മൾട്ടി ഹൈയിലാണ് 2 ദിവസം മുൻപ് ടച്ച് ചെയ്തത്. അതിനുശേഷം ഇന്നലെ 1% ഇടിവുണ്ടാക്കിയിരുന്നു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $81.48 പെർ ബാരൽ എന്ന നിലയിൽ 0.18% നേട്ടത്തിലാണ്. WTI ഉള്ളത് $78.10 പെർ ബാരൽ എന്ന നിലയിൽ 0.32% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളും നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസും നമുക്കൊന്ന് നോക്കാം. അത് നിഫ്റ്റി ഇന്നലെ 23,312 99 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നിഫ്റ്റിയിൽ ഒരു ഹയർ ലോ ഫോർമേഷൻ ആണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. 23,300 മുകളിലായി ക്ലോസ് ചെയ്തെങ്കിലും നമ്മുടെ സോണിനുള്ളിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് 23,391 എന്ന ഹൈ
പെട്ടെന്ന് തന്നെ ടച്ച് ചെയ്തതിന് ശേഷം അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ക്യാൻഡിലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ റെഡ് ക്യാൻഡിലുകളാണ് മുഴുവനായിട്ട് ഫോം ആവുന്നത്. കൂടാതെ ഒരെണ്ണം ഡോജി ക്യാൻഡിലുമാണ്. അതായത് മുകളിലേക്ക് പോകുന്നതിന്റെ നല്ലൊരു കൺഫർമേഷൻ നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇനി നമുക്ക് അപ്സൈഡിൽ 23,360 ആണ് ആദ്യം ബ്രേക്ക് ചെയ്യേണ്ട ഒരു ലെവലായിട്ടുള്ളത്. അതിനുശേഷം ഇന്നലത്തെ ഹൈ ആയിട്ടുള്ള 23,391 ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്സൈഡിൽ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സോൺ എന്ന് പറയുന്നത് 23,600 മുതൽ 650 വരെയുള്ള ലെവലാണ്. 20 ഡേ EMA ഉള്ളത് ഈ ഒരു സോണിൽ തന്നെയാണ്. ഡൗൺ സൈഡിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വരച്ച ആ ഒരു സോണിന്റെ ലോവർ എൻഡ് ആണ്. അതിനുശേഷം 23,044, അതായത് തിങ്കളാഴ്ചത്തെ ലോ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 23,300 സ്ട്രൈക്കിൽ 835% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ വെറും 75% വർധനവ് മാത്രമാണ് കോൾ സൈഡിലുള്ളത്. ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണത്. 23,250 സ്ട്രൈക്കിൽ 372% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 32% മാത്രം വർധനമാണ് കോൾ സൈഡിലുള്ളത്. ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണത്. അടുത്തതായി 23,350 സ്ട്രൈക്കിൽ 273% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 165% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് കാണാം. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,000 സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,700 സ്ട്രൈക്കിലുമാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് 22,000-ലാണ്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉമാണ്. ഇന്നലെ കൂടുതൽ സ്ട്രെങ്ത്തിൽ ഉണ്ടായിരുന്ന ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. 49,278-ൽ 527 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ഇൻട്രാഡേ ബേസിസിൽ 10 ഡേ EMA ഉള്ള 49,416 ടച്ച് ചെയ്തെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ചിറങ്ങുകയുണ്ടായി. നിഫ്റ്റിയെക്കാളും കുറച്ചുകൂടി സ്ട്രെങ്ത് കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ 10 ഡേ EMA ഉള്ള ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരുപക്ഷെ 50,150-ലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം 20 ഡേ EMA ഉള്ളത് ആ ഒരു സോണിൽ തന്നെയാണ്. അപ്സൈഡിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 49,650 ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ്. അതിനുശേഷം 50,300 മറ്റൊരു ലെവൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 48,287-ഉം അതിനെ തുടർന്ന് 47,440-ഉം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 52,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 53,000 സ്ട്രൈക്കിലും അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,000-ആണ്. അതിനുശേഷം 49,000 സ്ട്രൈക്കിലും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 15.46-ൽ 1.36% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും പ്രധാനപ്പെട്ട ലെവലുകളും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.